നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും വേണ്ടത് സന്തോഷവും സമാധാനവുമാണ്, പണവും പ്രതാപവും അല്ല അല്ലേ. അതിന് പല ധനികരുടെയും ജീവിതം നമുക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ജീവിതത്തിൽ സമ്പത്തിനേക്കാളും അധികാരത്തെക്കാളും വലുത് സന്തോഷവും സമാധാനവും തന്നെയാണ്. പക്ഷെ സമ്പത്തും അധികാരവും നേടിയെടുക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം നേടി എന്നതിനേക്കാൾ എത്ര നിമിഷങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു എന്നത് മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിന് മൂല്യമേകുക. 2025 സന്തോഷവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടാകും. അതിന് ചില തീരുമാനങ്ങളും പ്രതിജ്ഞകളും ഒക്കെ നിങ്ങൾ എടുത്തിട്ടുമുണ്ടാകും. എന്നാലും ഈ വർഷം സന്തോഷത്തോടെ ജീവിക്കാനുള്ള മറ്റു ചില ഉപായങ്ങൾ കൂടെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 2026 തുടക്കത്തിൽ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു 2025 ആയിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സന്തോഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? സന്തോഷത്തിനായിട്ട് നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ കഴിയാത്തത്. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ് എന്ന് തിരിച്ചറിയണം. സന്തോഷം കണ്ടെത്താനുള്ള വഴികൾ എന്തെല്ലാമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഉള്ളിൽ നിന്നാണ് സന്തോഷം വരുന്നത് അല്ലെ. അപ്പോൾ നമ്മൾ ഈശ്വരനെ തേടി അലയുന്നവർ സ്വന്തം ഉള്ളിലേക്കാണ് നോക്കേണ്ടതെന്നും ഈശ്വരൻ കുടികൊള്ളുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് എന്നും പുരാണങ്ങൾ അടക്കം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സന്തോഷവും നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആ ഒരു ഈശ്വര ചൈതന്യവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ സന്തോഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിലെ ഈശ്വര ചൈതന്യത്തെ നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുക അല്ലെ? അങ്ങനെ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടാവും. പൂർണ്ണമായിട്ട് നമ്മളെ ഭഗവാന് സമർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഉള്ളിലെ ആ ഒരു ഈശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട വഴി. ഭഗവാൻ മാത്രമാണ് ശരണമെന്ന് തിരിച്ചറിഞ്ഞ് സ്വയം സമർപ്പിച്ചാൽ കഠിന ദുഃഖങ്ങൾ പോലും നമ്മളെ സങ്കടപ്പെടുത്തില്ല. ഈശ്വര വിശ്വാസത്തിന് മുമ്പിൽ ഇളകാത്ത ഒരു ദുഃഖവുമില്ല. പക്ഷേ ഈശ്വര വിശ്വാസം കുറഞ്ഞാൽ ദുഃഖങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഭഗവാൻ തന്നെ കൈവിടില്ല എന്ന വിശ്വാസം ഉള്ളവർക്ക് സങ്കടത്തെ പരാജയപ്പെടുത്താൻ നിഷ്പ്രയാസം സാധിക്കും. ഈശ്വര വിശ്വാസത്തോടൊപ്പം മനസ്സിൽ നിന്ന് നമ്മുടെ നെഗറ്റീവ് ചിന്തകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഇറക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ, എന്തെങ്കിലും അഹിതം സംഭവിക്കുമോ എന്നുള്ള പേടി, ഉത്കണ്ഠ, ഇവയെല്ലാം നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുന്ന കാര്യങ്ങളാണ്. നന്മയെ മുറുകെ പിടിക്കുകയാണ് സന്തോഷത്തിലേക്കുള്ള അടുത്ത വഴി. നന്മയോടെ കാര്യങ്ങൾ ചെയ്യുകയും നന്മയോടെ ചിന്തിക്കുകയും നന്മയുടെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ നോക്കി കാണുകയും ചെയ്യുന്നവർക്ക് സ്വയം സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കും. അനാവശ്യ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക, അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുക. അത് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചാൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവില്ല. ചില ആളുകളൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ ഇങ്ങനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കും. എന്നിട്ട് ഇങ്ങനെ നെഞ്ചു നീറി അവരുടെ ശരീരവും മനസ്സും ഒക്കെ ഇങ്ങനെ ക്ഷീണിച്ച് ഒരു അവശ്യ നിലയിലേക്ക് വന്നെത്തുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പം അത് അങ്ങനെ ചെയ്യാതെ നമുക്കത് അതിൻ്റെ വഴിക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് നമ്മളൊന്ന് മനസ്സിൽ തീരുമാനിച്ച് ഒന്ന് മുന്നോട്ട് പോയി നോക്കുക. അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യും. ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില ആളുകൾക്കെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ നേരിടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അവരുടെ മനസ്സിൽ നിന്ന് എന്ത് വന്നാലും അതൊന്നും പോകത്തില്ല. ആ സങ്കടങ്ങൾ ഇങ്ങനെ കിടക്കും. പ്രത്യേകിച്ചും വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർക്ക് വീട്ടിൽ കൂടുതൽ ഫ്രീ ടൈം ഒക്കെ കിട്ടുന്ന സമയങ്ങൾ കാണും. ആ സമയത്തൊക്കെ ഇങ്ങനെ നെഞ്ചിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. സങ്കടങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കണ്ണീരായിട്ടൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാരായണ നാമം ജപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ഭഗവാനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. നമ്മുടെ ശരീരത്തിൽ വസിക്കുന്ന ഭഗവാനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. നാരായണായ നമ നാരായണായ നമ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ നാരായണ 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 എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിന് ശാന്തി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ ചില ആളുകളെങ്കിലും പറയും, എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഒട്ടും മനസ്സിനെ ഏകീകരിച്ച് നിർത്തി ഈ ഒരു സങ്കടങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയും.
അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ഭഗവാനെ മനസ്സിൽ കാണണ്ട, ഭഗവാനെ മനസ്സിൽ കരുതിക്കൊണ്ട് പ്രാർത്ഥിക്കേ വേണ്ട, ഭഗവാനെ ചിന്തിച്ചേ പ്രാർത്ഥിക്കണ്ട. വെറുതെ നാരായണ നാമം ജപിച്ചോളുക. മനസ്സിൽ മറ്റെന്തും ആയിക്കോട്ടെ സാരമില്ല, പക്ഷെ പുറമേ നമ്മൾ നാരായണ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ട ഭഗവാന്റെ ആ ഒരു നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ആ സമയത്തൊന്നും നിങ്ങൾ ഭഗവാനെ ഓർക്കണ്ട. പക്ഷെ ഇങ്ങനെ ജപിച്ചുകൊണ്ടേ ഇരുന്നിരുന്നിരുന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലെ സങ്കടങ്ങളെല്ലാം ഒരു പരിധി വരെ നമുക്ക് മാറി കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാന്റെ ഒരു ചൈതന്യം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നെത്തുന്നതൊക്കെ നമുക്ക് മനസ്സിലാകാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒത്തിരി സങ്കടങ്ങളൊക്കെ ഉള്ള ആളുകൾ അങ്ങനെയൊന്ന് ശ്രമിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു സങ്കടത്തിനൊക്കെ ഒരു ശമനം ലഭിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലുള്ള സങ്കടങ്ങളൊക്കെ ഭഗവാനോട് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അത് പറയാതെ നമ്മൾ വെറുതെ ഭഗവാന്റെ നമ്മൾ ഏത് ഭഗവാന്റെ ക്ഷേത്രത്തിലാണോ പോകുന്നത് അവരുടെ ആ ഒരു നാമമൊക്കെ ജപിച്ചുകൊണ്ട് ആ ഒരു ക്ഷേത്രത്തിൽ കുറച്ചു നേരം നമ്മൾ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അതേപോലെ നമുക്ക് രാവിലെയൊക്കെ കുളിച്ച് ശുദ്ധമായി ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ വിളക്ക് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ രാവിലെ ശുദ്ധിയോടുകൂടി നിലവിളക്കൊക്കെ കൊളുത്തി ഒന്ന് പ്രാർത്ഥിച്ചൊക്കെ നോക്കുക. നമ്മുടെ മനസ്സിന് ഒരു ആശ്വാസവും ഒരു സങ്കടങ്ങളിൽ നിന്നെല്ലാം ഒരു വിമുക്തിയൊക്കെ ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്ന് നിങ്ങൾ മനസ്സിൽ കരുതിക്കോളൂ, ആ സങ്കടങ്ങളില്ലാത്ത ഒരു മനുഷ്യരും ഈ ഒരു ഭൂമിയിൽ ജീവിക്കുന്നില്ല. എല്ലാവർക്കും ഏതെങ്കിലും രീതിയിൽ സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെ നമ്മൾ മറികടന്ന് സന്തോഷം കണ്ടെത്താൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകുന്നത്. ആ സന്തോഷം നമ്മൾ സ്വയമേ നേടിയെടുക്കേണ്ടതാണ്. എങ്ങനെയാണ് എന്നുള്ളത് അവരുടെ സാഹചര്യങ്ങൾക്കനുസരിച്ചും അവരുടെ മനസ്സിനനുസരിച്ചും അവരവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്നൊരു നല്ല റിസൾട്ട് കിട്ടും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.